ഹലോ, ഡബിൾ ഡക്കർ മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ സ്പീക്കിംഗ്. ഓ അയ്യോ, അഡ്മിഷൻ ഒന്നുമില്ലല്ലോ. LP UP ഫില്ല്, ഹൈസ്കൂൾ ഫില്ല്, +1 +2 ഫില്ല്, എല്ലാം ഫില്ല്. 2024 വരെ ഫില്ലായിരിക്കുക. ഓക്കെ, ശരി ശരി. മനസ്സിലായില്ലേ? ഇല്ല. ഈ സ്കൂളിലെ PT മാഷ് ജോർജ്. ജോർജ് മാഷാണ്. ഞാൻ ഇങ്ങനെ കൈപ്പിച്ച് വന്നപ്പോ ഞാൻ വിചാരിച്ചു വല്ല ജാഥ പോടന്റെ കൂട്ടത്തിൽ ആള് തെറ്റി അകത്തേക്ക് വന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത്. കുറെ നാളായില്ലേ വീട്ടിലിരിക്കണത്, ഒരു മനുഷ്യനെ കാണാൻ പറ്റുന്നുണ്ടാ? എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. ഇന്ന് തുടങ്ങിന്ന് ചാടി പോലെ വീട്ടിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. സ്കൂള് തുറക്കാനല്ല. അപ്പൊ എനിക്ക് പുതിയ തലമുറയിലെ നല്ല വിദ്യാർത്ഥികളെ എനിക്ക് കായികപരമായിട്ട് വാർത്തെടുക്കണം. വാർത്തെടുക്കുമ്പോ സിമെന്റും ചരലും കുറച്ചും കൂടി കമ്പിയും കൂടി അതിനകത്ത് കൂടി ഇട്ട് കയറ്റിയേക്കും. അറിയാക്കല്ലേ മാഷേ? അല്ല, ഞാൻ പറഞ്ഞതാ. എടോ, പുതിയ പ്രതിഭകളെ, പുതിയ വിദ്യാർത്ഥികളെ, പുതിയ പൗരന്മാരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കൂളിന്റെ വിദ്യാലയം ഒന്ന് തുറന്നു കിട്ടാനാണ്. അതെ, ഒരു സരസ്വതി ക്ഷേത്രമല്ലേ ഇത്? പിന്നെ ഇവിടെ ലെഫ്റ്റ് റൈറ്റിൽ നിന്ന് കളിക്കാതെ പുതിയ പ്രതിഭകളെ വളർത്താൻ നോക്കും. കുട്ടികൾ വരുന്നവരെ ഒന്ന് പ്രതിഭകളാക്കാൻ നോക്ക്. അതെ അതെ, അതിന് ഞാൻ ശ്രമിക്കും. അല്ലാണ്ട് ഇങ്ങനെ കിടന്ന് കറങ്ങി തിരിഞ്ഞ് കളിച്ചിട്ട് കാര്യമില്ല. എന്നാ ഒപ്പിട്. ഇതെന്താ ടീച്ചറെ, എത്ര മണിയായെന്നറിയാം? 10 മണിയായി. 10 മണിക്കെങ്കിലും നിങ്ങൾക്ക് വന്നൂടെ? അതെന്താന്നറിയോ സാറേ, പിന്നെ ഒരുപാട് ന്യായങ്ങൾ ഉണ്ടാവും കയ്യിൽ. ഇല്ല, അങ്ങനെ വലിയ ന്യായമൊന്നും ഇല്ല. ഇത് നമ്മൾ വരുന്ന വഴിക്കാണല്ലേ ഈ സ്കൂൾ, ആ പോസ്റ്റ് ഓഫീസ് ഇല്ലേ സാറേ, ആ പോസ്റ്റ് ഓഫീസ് എത്തുന്ന വരെ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ആ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് വഴി അങ്ങ് മറന്നുപോയി സാറേ. ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ എന്നറിയാതെ ഞാൻ അവിടെ അങ്ങ് നിന്നുപോയി. ഈ പ്രശ്നം ഇരിക്കണ്ടായിരുന്നു. കാരണം 2-2.5 വർഷമായില്ലേ സ്കൂളിലേക്ക് വന്നിട്ട്. ആ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ എത്തിയപ്പോ ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ ഞാൻ ആകെ കൺഫ്യൂഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വെയിലത്തുനിന്ന് വെട്ടി വേർക്കാണ്. പിന്നെ സാർ ഇങ്ങനെ വന്നത് ഗൂഗിൾ മാപ്പ് ഇട്ട് ഡബിൾ ഡക്കർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ ഗൂഗിൾ അല്ലേ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ആണല്ലേ? ടീച്ചർ ആയിരുന്നു ഇവിടെ കൊണ്ടെത്തിച്ചത്. അയ്യോ, 3-4 വർഷം മുമ്പ് ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു പയ്യനെ, ഞാനാണെങ്കിൽ അവിടെ വട്ടം ചുറ്റി നിൽക്കുക. അപ്പൊ അവൻ ചോദിച്ചു, എന്താ ടീച്ചർ ഇവിടെ നിൽക്കുക? ഞാൻ പറയല്ലേ, സ്കൂളിലേക്ക് പോകും, ഒരു കമ്പനി ഇല്ലാതെ ഇങ്ങനെ നിൽക്കുവെന്ന് പറയുമ്പോ അവൻ പറഞ്ഞു, എന്നാ ബാ ടീച്ചറെ ഞാനും കൂടെ വരാന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞിങ്ങനെ പോകുന്നു സാറേ. 2-2.5 കൊല്ലം ഇങ്ങനെ സ്കൂൾ അടച്ചിട്ട് ഇപ്പൊ വഴിതെറ്റി പോകുമെന്ന് എനിക്ക് നല്ല ഉറപ്പായതുകൊണ്ട് ഇവിടുന്ന് പഠിച്ചു പോയ പൂർവ്വ വിദ്യാർത്ഥികളെ ഓരോ ജംഗ്ഷനിലും കവലയിലും ഞാൻ നിർത്തിയിട്ടുണ്ട്. കാരണം അവർ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാര്യം അവർക്കിത് മറക്കാൻ പറ്റില്ലല്ലോ. അവർ വന്ന വഴി മറക്കണ പിള്ളേരല്ലല്ലോ. അല്ല മാഷേ, മാഷിനാണ് ഇവിടെ കൊണ്ടെത്തിച്ചത്. ഞാൻ ഒന്നും നോക്കിയില്ല. നേരെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അവനോട് പറഞ്ഞ് നേരെ ഡബിൾ ഡക്കർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളെന്ന് പറഞ്ഞ് അവൻ കത്തിച്ച് പാഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന് വന്ന് പോകാൻ നേരത്ത് അവൻ പറഞ്ഞ്, സാറേ പണ്ട് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, എന്നാൽ നീ പൊക്കോ പോനെയെന്ന് പറഞ്ഞ് ഞങ്ങൾ വിട്ടു. ചോദിക്കാനൊക്കെ നിന്നാണ് കിട്ടു പോകുന്നു. നമുക്കറിയാം നമ്മുടെ വഴികളൊക്കെ. ഇതേപോലെ നമ്മുടെ പിള്ളേര് വഴിതെറ്റി വേറെ സ്കൂളിലേക്കൊക്കെ പോയിക്കളയോ നാളെ സ്കൂളിലേക്ക്. നിങ്ങൾ ഞാനീ പറയണത് വളവള വർത്താനം പറഞ്ഞ് ഇവിടെ നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കിടക്ക്. PT സാറിന്റെ പണി നോക്ക്. ടീച്ചറിന്റെ പേരെന്താന്ന് പറഞ്ഞത് ഞാൻ മറന്നുപോയില്ല. ലതിക ടീച്ചർ. 2.5 കൊല്ലം അങ്ങോട്ട് കാണാതിരുന്നപ്പോ പേരും മറന്നുപോയി. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പിള്ളേരെ പിടിക്കാൻ ഗേറ്റിന്റെ അവിടെ പോയി നിന്നാലോ? ദൈവത്തോർത്ത് നിങ്ങൾ അവിടെ പോയി നിന്ന് കഴിയുമ്പോൾ അവര് വിചാരിക്കും ഇത് ഏതാണെന്ന് പറഞ്ഞിട്ട് അവർ വഴുതേറ്റ് വേറെ പോകും. അവർ സമാധാനത്തോടെ ഇതിനകത്തേക്ക് വന്നോളും. പക്ഷെ 2-2.5 വർഷം എത്തിയിട്ടാണ്ട് മനുഷ്യനെ കാണാൻ വേണ്ടി ഞാൻ പെട്ട പാടോ. എല്ലാ അധ്യാപകരുടെ അവസ്ഥ ഇതാണ്. ഈ ഓൺലൈൻ ക്ലാസ് എടുത്ത് നമ്മൾ എത്രയോ ടീച്ചർമാർ ഇപ്പൊ വീട്ടിലിരിക്കണം, എത്രയോ കുട്ടികൾ പഠിക്കണം, വിദ്യാലയത്തിലേക്ക് വരാൻ പറ്റണ്ടോ അവർക്ക്? ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, ഞാനൊരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങി. അത് നന്നായി. പെണ്ണുങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൈക്കും ഷെയറും കമന്റും ഒക്കെ ഒത്തിരി അങ്ങോട്ട് കിട്ടും. താമ്പലം തുടങ്ങിയ ഞാൻ എന്ത് തുടങ്ങാനും ഒരു പരിപാടിയില്ല. പെണ്ണുമ്പോൾ ഒന്നിനും അങ്ങോട്ടും കൂടെ ഇടം ബലം തിരിയാൻ സമ്മതിക്കൂല. അവിടെ ഇരുന്ന് TV കാണും, ഫുഡ് അടിക്കുന്നത് തന്നെ പരിപാടി. എന്തോ സാറേ, എന്ത് പരിപാടിയാ സാറേ കാണിച്ചത്? ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബന്ധപ്പാടുള്ള കാര്യമാണ്. നമ്മൾ ഈ ഇതങ്ങോട്ട് ഓണാക്കി ഇങ്ങോട്ട് വെക്കുമ്പോഴായിരിക്കും അമ്മായിയമ്മ പുറകെ കൂടെ വന്നോട്ട് ചീത്ത വിളിക്കുന്നത്. എടി അരി അടപ്പത്തിട്ടില്ലേടി, തൂത്ത് വരിയില്ലയോ എന്ന് പറഞ്ഞു. നമ്മൾ പെട്ടെന്ന് അത് മ്യൂട്ടാക്കി വെച്ചിട്ട് നമ്മൾ പിന്നെയും പിള്ളേരെ ക്ലാസ് ഒക്കെ എടുത്ത് അവരെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് വന്ന ക്ലാസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഓൺലൈനിലെ പിള്ളേരെ നോക്കണം, നമ്മുടെ പിള്ളേരെ നോക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ സാറുണ്ട് പകുതി ശമ്പളം അങ്ങ് വെട്ടി കുറച്ചെന്നേ. ടീച്ചറിന് പകുതി ശമ്പളം തന്നെ ഉണ്ടാ? എനിക്ക് 10 പൈസ ശമ്പളമായിട്ട് വന്നിട്ടില്ല. ലതിക ടീച്ചർ ഓൺലൈൻ ക്ലാസ് എങ്കിലും എടുക്കുന്നുണ്ട്, താൻ എന്നെ എടുക്കണ്ടൂടാ? സാറിന് അറിയാമോ, ഞാൻ ഈ സ്കൂളിലെ മാത്സ് അധ്യാപകനായിട്ട് വന്നതാണ്. സാറാണ് എന്നെ PT അധ്യാപകനാക്കി മാറ്റിയത്. തന്റെ ബയോഡാറ്റയിനകത്ത് അതിനകത്ത് കണ്ടത് PT എന്നല്ലേ കണ്ടത്? ജോർജ് PT എന്ന് പറഞ്ഞാൽ എന്റെ ഇനിഷ്യലാണ്, അല്ലാണ്ട് ഞാൻ PT അധ്യാപകനൊന്നും അല്ല. വെറുതെ എന്നെ പിടിച്ച് PT അധ്യാപകനാക്കി. എനിക്ക് ഏതായാലും അങ്ങനെ അങ്ങോട്ട് പോട്ടെ, ആരും അറിയണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാർ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്നെ വീഡിയോ കോൾ ചെയ്യുന്നേ?
ഓൺലൈൻ ക്ലാസ് ആണെന്നും പറഞ്ഞ് ഞാൻ ചെയ്യണതാ, പക്ഷെ ടീച്ചർക്കാണ് കോള് വന്നത്. അതോടെ ഞാൻ അല്ല പറഞ്ഞില്ലേ, എന്റെ ഭർത്താവ് പറഞ്ഞേ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഓഫ്ലൈൻ ആക്കൂന്ന്. എന്റെ പെണ്ണുപിള്ളേ പറഞ്ഞിട്ടുണ്ട് ലതിക ടീച്ചർക്ക് വീഡിയോ കോൾ ചെയ്ത് ഞാൻ എന്നെ ഓഫ്ലൈൻ ആ ആക്കും. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് രണ്ടുപേരെ ഞാൻ പലതവണ വിളിച്ചു. ഒന്ന് ഫോൺ എടുക്കാല്ല, വന്നിരുന്നെങ്കിൽ ഈ പരിസരവും മുറിയും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് തൂത്തുടച്ചിട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഈ തിക്താനുഭവം ഉണ്ടാവുമോ? സാറ് വിളിക്കുന്ന അതിനകത്ത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഫോൺ എടുക്കാറ്. ഞാൻ ഈ കോവിഡ് കാലമൊക്കെ നമ്മളൊക്കെ തള്ളി നീക്കിയത് എന്ത് ബുദ്ധിമുട്ടും പാടുമൊക്കെ പെട്ടിട്ടാണെന്നറിയാം. സാർ എങ്ങനെയായിരുന്നു സാറേ? ഒരു കാര്യമില്ല, ഞാൻ വെറുതെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങും. രാവിലെ ഒരു 8:30 അങ്ങോട്ട് എണീക്കും, എന്തെങ്കിലും കഞ്ഞി കുടിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങും. ഒരു 12:30 അവർ അങ്ങോട്ട് ഉറങ്ങിയിട്ട് ഒരു 1:30 ഭക്ഷണം കഴിക്കും, പിന്നെയും കിടന്ന് അങ്ങോട്ട് ഉറങ്ങും. എന്താണെന്നറിയില്ല, രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ല. അല്ല സാറേ, സാറിന് അപ്പൊ വൈഫിനെ കിച്ചണിലൊക്കെ ചെന്ന് വൈഫിനൊക്കെ ഒന്ന് സഹായിച്ചൂടെ? നമ്മള് ഡോക്ടറേറ്റ് കിട്ടിയ ആള്, ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പാള് അടുക്കളയിൽ കയറി വൈഫിനെ സഹായിക്കില്ല എന്നതാണ് ഈ പറഞ്ഞത്. ഡോക്ടറേറ്റ് കിച്ചണിൽ കയറി ഭാര്യനെ സഹായിച്ചതിന് എന്താ കുഴപ്പം? അത് തന്നെ എന്റെ ഭർത്താവ് എന്നെ എന്തെല്ലാം സഹായിച്ചിട്ടുണ്ടെന്നറിയാമോ? അത് നിങ്ങൾ ടീച്ചർമാരും പ്രിൻസിപ്പൾ ആയിരിക്കുന്ന ഒരാൾ അവിടെ പോയിട്ട് നമ്മൾ അടുക്കള ജോലി ചെയ്യുക, ഭാര്യനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? ഡോക്ടറേറ്റും കൂടി ഇതും കൂടി കിട്ടിയല്ലേ? സാറേ, അടുക്കളയിൽ ഭാര്യക്ക് എന്തെങ്കിലും ഒന്ന് അരിഞ്ഞു കൊടുത്തേ, എന്തെങ്കിലും ഒന്ന് സഹായിച്ച അതൊരു കുറച്ചിലല്ല സാറേ. ടീച്ചർ അവിടെ ചെന്നിട്ട് നല്ല മൂത്ത 4 ഫയലിംഗ് ആയിട്ട് തുറന്നിട്ട് അതൊന്നും ഒന്ന് അരിഞ്ഞങ്ങോട്ട് വെച്ചേ. താൻ എന്താ ഇവിടെ ഒത്തിരി ഉപ്പിട്ടെ? ഉപ്പല്ല, ഒപ്പിട്ടല്ലേ? ഒപ്പിട്ട് ഒരു 4 മുറി, അല്ല ആ മുറി ചെന്നിട്ടേ ഒരു 4 മുറി തേങ്ങ എടുത്തിട്ട്, അല്ല ഈ ഫയൽ എടുത്തിട്ടേ എന്റെ അടിക്ക് പിടിക്കാതെ നോക്കേ. ഇപ്പഴാ മനസ്സിലായത് സാറ് അടുക്കളയിൽ കയറാറില്ലെന്നല്ല, അടുക്കളയിൽ നിന്ന് ഇറങ്ങാറില്ല എന്ന് പറ. സാറിന്റെ ഭാഷ പോലും മാറിപ്പോയി സാറേ, അടുക്കള ഭാഷയായി. ഞാൻ എന്നാ പറഞ്ഞു? ഉപ്പിടാൻ പറഞ്ഞു. ഉപ്പിടാനല്ല, ഒപ്പിടാൻ. ആ തേങ്ങ തിരുമ്പാൻ പറഞ്ഞ എന്തിനാ? അടുക്കി പിടിക്കാതെ നോക്കണമെന്ന് പറഞ്ഞ എന്തിനാ? അരിയാൻ പറഞ്ഞ എന്തിനാ? അത് ഞാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് മാറി നിന്ന് നമ്മൾ അങ്ങോട്ട് നടക്കേട്ടാ. ഇങ്ങോട്ടല്ലേ വരേണ്ടത്? അയ്യോ എന്റെ ചേട്ടാ, അവർ ഇങ്ങോട്ട് വരില്ല. ഇത്രയും വലിയ സ്കൂളിൽ നമ്മുടെ പിള്ളേർക്ക് ഒരു അഡ്മിഷൻ കിട്ടിയ നമ്മുടെ ഭാഗ്യാണ്. അവർ ഇങ്ങോട്ട് വരാനല്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലണം. ആ ഡബിൾ ഡെക്കർ. ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇപ്പൊ നാളെ വലിയ ക്ലാസ്സും പിള്ളേരൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരക്കല്ലേ. 2.5 കൊല്ലം നമ്മൾ അടച്ചിട്ടിരുന്നല്ലേ. നമസ്കാരം. നമസ്കാരം. ഞാനിവിടെ ഒരു പറയൂ. പറഞ്ഞോ. ഇവിടെ പഠിപ്പിക്കാൻ വന്നതാണ്. പുതിയതായിട്ട് വന്നിരിക്കണ 2 അധ്യാപകരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 49 പേര് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ 2 പേര് അഡീഷണൽ കൂടുതലാണ്. അല്ലെ പിന്നെ 2 പേര് മാറണം. 2 പേര് മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കാൻ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു 6 മാസം കൂടി ലീവ് എടുത്തു കഴിയുമ്പോൾ പുതിയൊരു അധ്യാപകനും പുതിയൊരു അധ്യാപികയും വരുമല്ലോ. വീട്ടിൽ നിന്ന് മടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ എന്തായാലും പോത്തില്ല. അതുപോലെ എന്റെ ഹൗസിംഗ് ലോൺ എത്ര മാസമായി മുടങ്ങി കിടക്കണം അറിയാമോ? ഇതാണ് ഇവരുടെ പെരുമാറ്റം. ഒരു അധ്യാപകരൊന്ന് വന്നോന്ന് വിചാരിച്ചാൽ അത് ട്രെയിനിങ്ങിനായിരിക്കാം. ചിലപ്പോൾ അവർക്കൊരു ഒരു പീരീഡ് അവർക്ക് ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും. സാറ് മാറി കൊടുക്കും. ഞങ്ങള് പഠിപ്പിക്കാൻ വന്നവരല്ല, പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി. ഇവരെയും തെറ്റിദ്ധരിച്ച് ഇവരെ കൊണ്ട് ലീവ് എടുപ്പിച്ച് ഈ അധ്യാപകരെ എനിക്ക് ഒന്നാമത്തെ കാര്യം അധ്യാപകരെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. കാര്യം എന്ന് വെച്ചാൽ അധ്യാപകർക്ക് തുല്യ അധ്യാപകർ മാത്രമേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതൊരു ജോലിനേക്കാളും ബഹുമാനവും കാര്യവും കിട്ടുന്ന അധ്യാപക ജോലി അല്ലേ? അപ്പൊ ഏതായാലും അവരുടെ മക്കളെ പഠിപ്പിക്കാൻ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ ഒരു അറിവാണ് മക്കളിലേക്ക് കിട്ടുന്നത്. ആ ജീനാണല്ലോ ഇത്. അപ്പൊ മാതാപിതാക്കളാകാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ നല്ല രക്ഷകർത്താക്കളാകാൻ ആർക്കും കഴിയുന്നില്ല. അതാണ് ഇപ്പൊ ഇന്നത്തെ പ്രശ്നം. അപ്പൊ നിങ്ങളുടെ ആ നന്മയും ആ വശങ്ങളുമാണ് നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന്. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഒത്തൊരുമ, നിങ്ങളുടെ വിവേകം, അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രധാനം. നമ്മുടെ സ്കൂളിലേക്ക് വേണ്ടതും അതാണ്. ഞങ്ങൾ അങ്ങനെയാണ്, ഭയങ്കര ഒത്തൊരുമയാണ്. ഞാൻ പറയണ ഒരു കാര്യത്തിലും ഇദ്ദേഹം എതിര് പറയാറില്ല. അവള് പറയുന്ന ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാറില്ല. അല്ല, ഇടപെടരുത്. ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടയിൽ പെടും. ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും അവളും ഇടപെടാറില്ല. അതെ, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാലേ, ഞങ്ങൾ പുതിയ വീട് വെക്കണ കാര്യത്തെ കുറിച്ച് പറയും, പക്ഷെ അതിന്റെ ഒരു കാര്യത്തിലും ഇദ്ദേഹം എതിര് പറയാറില്ല. പിന്നെ വീട്ടിൽ ഇപ്പൊ അരി തീർന്നു പോയി, അരി വാങ്ങണ കാര്യം പറഞ്ഞാലും അതിന്റെ ഒരു കാര്യത്തിലും കാറ് വാങ്ങണ കാര്യം, മക്കള് പഠിത്ത കാര്യം, അങ്ങനെ ഒരു കാര്യത്തിലും ഇദ്ദേഹം ഇടപെടാറില്ല. ആ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒറ്റ കാര്യത്തിൽ ഞാൻ ഇടപെടാം. പിന്നെ ഇദ്ദേഹത്തിന്റെ എന്തെല്ലാം കാര്യത്തിലാ താങ്കൾ ഇടപെടാതിരിക്കുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഉച്ചകോടിയെ പറ്റി ഞാൻ സംസാരിക്കും, ഇപ്പോൾ അതിനെ പറ്റി ഇടപെടാറില്ല. താലിബാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള കേസ് ഞാൻ പറയും, അതിനകത്ത് ഇവൾ ഇടപെടാറില്ല. ചൈനയുടെ ബോർഡറിനെ പറ്റിയുള്ള വിഷയങ്ങൾ, അവിടെ നടക്കുന്ന യുദ്ധത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും, അതിനെപ്പറ്റി ഇവൾ ഇടപെടാറില്ല. ആമസോൺ പാളിയിൽ വിള്ളൽ വീണ കാര്യത്തിൽ പോലും ഇവൾ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. ഇടപെടണ്ട. ഇനിയിപ്പോ പിള്ളേരെ ഇവിടെ കൊണ്ടുവന്നാക്കിയതിനു ശേഷം പിള്ളേരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഇടപെടുവോ നിങ്ങൾ? അതിൽ ഇപ്പൊ നമുക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവർക്ക് ഒരു ആഗ്രഹം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ കളക്ടർ ആക്കണം, വെരി ഗുഡ്, മോളെ ഡോക്ടർ ആക്കണം. ഇന്ന് തന്നെ വേണോ അല്ലെങ്കിൽ നാളെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ 1-ാം തീയതി ആക്കാം. അല്ല, തെറ്റി. മോനെ ഡോക്ടർ ആക്കണം, മോളെ കളക്ടർ ആക്കണം, അങ്ങനെ അല്ല. മോനെ കളക്ടർ ആക്കണം, മോളെ ഡോക്ടർ, അങ്ങനെയല്ലേ നമ്മൾ ഇന്നലെ വരെ അങ്ങനെയല്ലേ പറഞ്ഞത്? അല്ല ചേട്ടാ, നമ്മള് മോനെ ഡോക്ടർ ആക്കണ കാര്യം പറഞ്ഞോണ്ടിരുന്നേച്ചേ, മോള് കളക്ടർ. മോനല്ലേ ഹെയർ സ്റ്റൈൽ കൊണ്ട് ഒരു കളക്ടറുടെ ലുക്ക് ഉള്ളവനല്ലേ?
കളക്ടർ ഹെയർ സ്റ്റൈലൊക്കെ ഉണ്ടാ? കളക്ടർ ഹെയർ സ്റ്റൈൽ ഉണ്ട്. ദി കിങ്ങിനകത്ത് മമ്മൂക്ക വന്ന് ഇറങ്ങിയിട്ട് മുടി ഇങ്ങനെ പിടിച്ചു വെക്കത്തില്ല. അപ്പൊ ആ മുടിയുള്ളത് മോനാണുള്ളത്. ഓ, അതിനാണ് അവൻ വളർത്തിയിട്ട് അതിനാണ് മുടി എന്റെ വളർത്തിയത്. ചേട്ടാ നമ്മള് മോനെ ഡോക്ടർ മോളെ കളക്ടർ ആക്കണോന്ന് നമ്മൾ അല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മോനെ മനസ്സിലാവില്ല. എന്റെ മോനെ ഞാൻ ഡോക്ടർ ആക്കും. അടിക്കാൻ ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 10 മാസം ഒരു സ്ത്രീ ചുമന്ന് പ്രസവിക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ആ കുട്ടിയെ കളക്ടർ ആക്കണോ ഡോക്ടർ ആക്കണോ. കേട്ടാ, ചേച്ചി പറഞ്ഞ കേട്ടാ. അപ്പൊ ഈ അച്ഛനെന്താണ് അവിടെ സ്ഥാനം? അതെ, അച്ഛൻ മാങ്ങ പറിക്കാൻ പോകും. അച്ഛനാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഒരു കുടുംബത്തിലെ സ്വന്തം മക്കൾ എങ്ങനെയാവണമെന്ന് തീരുമാനിക്കേണ്ടത് ആ പിതാവാണ്. ഒരമ്മ ഒരു കുഞ്ഞിനെ പാലൂട്ടി വളർത്തുന്ന കാലം മുഴുവൻ ആ സമയം മുതൽ അവൾ പറഞ്ഞു കൊടുക്കും ആ കുഞ്ഞ് എന്താവണം. No, 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 no. അമ്മ പാലൂട്ടിയാ മാത്രം മതി. അച്ഛനെ ഇടപെടരുത്. പറ്റത്തില്ലല്ലോ. പറ്റില്ല. ആ കൊച്ചിനെ ഡോക്ടർ ആക്കണം, ആ പെൺകൊച്ചിനെ കളക്ടർ ആക്കണം. 4 മണി വരെ ഉണ്ടാവും ക്ലാസ്. അത് കഴിഞ്ഞ് ഞാൻ പൂട്ടിയിട്ട് വീട്ടിൽ പോകും. അതിനുള്ളിൽ ഈ പ്രശ്നം അവസാനിപ്പിച്ച് നിങ്ങളൊക്കെ പോയിക്കൊള്ളണം. കളക്ടർ ആക്കണം, എഞ്ചിനീയറെ ആക്കണം. പിള്ളേരോട് ചോദിക്കാം പിള്ളേർക്ക് ആരായി തീരണോന്ന്. അങ്ങനെയാണ് ഭാവി മനസ്സിലാക്കേണ്ടത്. മക്കളെ, നിങ്ങൾക്ക് കളക്ടർ ആവണോ ഡോക്ടർ ആവണോ? ഞങ്ങൾക്ക് കളക്ടർ ആവണ്ട, ഡോക്ടർ ആവണ്ട. പിന്നെന്താവണം? ഞങ്ങൾക്ക് നല്ല മനുഷ്യരായാ മതി. കേട്ടല്ല, നല്ല മനുഷ്യനായ മതിയെന്ന്. താനല്ലേ പറഞ്ഞ് 2-2.5 കൊല്ലമായിട്ട് നല്ല മനുഷ്യരെ കണ്ടിട്ടില്ലെന്നു. നീ കണ്ണ് നിറഞ്ഞു കണ്ടോ? നിങ്ങളാണ് മനുഷ്യര്. ഇതല്ല, ഇതുങ്ങളൊക്കെ എന്ത് മനുഷ്യരി? ഇതാടോ മനുഷ്യർ.